പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ സാഹചര്യം പോലെ കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരങ്ങനെ, ഇല്ലാത്തവർ, യാത്ര ചെയ്യുന്നവർ ആ യാത്രയിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുടെ സാഹചര്യം പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം കർത്താവിലേക്ക് ഉയർത്തി മനസ്സും ശരീരവും ആത്മാവും എല്ലാം ദൈവത്തിൻ്റെ പക്കൽ സമർപ്പിച്ചുകൊണ്ട് ഒരു ധ്യാനത്തിൻ്റെ അതേ ചൈതന്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേ. ഇന്നത്തെ ദിവസവും ഈ ജപമാല രാജ്ഞിക്കൊപ്പം എന്നുള്ള എല്ലാ ശുശ്രൂഷകളും, നമ്മുടെ നിയോഗങ്ങളും, ഇന്നത്തെ എല്ലാ ഉദ്യമങ്ങളും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി ഈ ദിവസത്തെ നമ്മുടെ എല്ലാ ശുശ്രൂഷകളെയും നമ്മുടെ പ്രാർത്ഥനകളെയും ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന, യേശുവേ ആരാധന 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 ആരാധന, യേശുവേ ആരാധന 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 ആരാധന, യേശുവേ ആരാധന 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 ആരാധന, യേശുവേ. മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നീതാ കേഴുന്നമ്മേ. കേൾക്കണേ രോദനങ്ങൾ, നൽകണേ നൽവരങ്ങൾ, നിന്ദുവ്യ സോനുവിങ്കൽ ചേർക്കണേ മക്കളെ നീ. നിത്യസഹായമാതേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ. നിന്മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ സമർപ്പിതരെ, വൈദികരെ, നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് ഈ ജപമാല മാസത്തിലൂടെ അല്ലെങ്കിൽ ജപമാല ഭക്തിക്ക് പ്രത്യേക പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശാലോമിൽ നടക്കുന്ന ഈ ശുശ്രൂഷയിൽ ജപമാലയിലെ സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങളെ നമ്മൾ പ്രത്യേകമായിട്ട് ഇന്ന് ഒന്ന് പഠിക്കാൻ, ഒരു ധ്യാന വിഷയമാക്കാനായിട്ട് നമ്മൾ നോക്കുകയാണ്. അപ്പം അതിൽ നമുക്കറിയാം പ്രധാനമായിട്ട് 5 സ്ഥലങ്ങളിൽ വെച്ചാണ്, 5 സ്ഥലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മ വിശുദ്ധ ഡൊമിനിക്കിന്, നമുക്കറിയാം ഡൊമിനിക്ക് പ്രത്യേകമായിട്ട് ഒരു പ്രത്യേക സമയത്ത് ആൽബിജൻസിയം പാഷൻ്റെ ഡേയുടെ സമയത്തൊരു പ്രാർത്ഥന, അതിനെ എതിരിടാൻ വേണ്ടി ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി വനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം പരിശുദ്ധ അമ്മ വഴി വെളിപ്പെടുത്തി കൊടുത്ത ഒരു പ്രാർത്ഥന. ഇത് പിന്നീട് എല്ലാ മാർപ്പാപ്പന്മാരും ഔദ്യോഗികമായിട്ട് ഇത് അംഗീകരിച്ചു. നമ്മുടെ ആരാധനക്രമത്തിലും പ്രാർത്ഥനയിലുമൊക്കെ ഇതിനെ ഉൾച്ചേർത്തു. വ്യക്തിപരമായിട്ട് സമൂഹമായിട്ടൊക്കെ ഇത് പ്രാർത്ഥിച്ചു പോരുന്നു. അപ്പം അതിൽ ഈ സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ നമുക്കറിയാം. ഒരു രംഗം നസ്രത്തിൽ പരിശുദ്ധ അമ്മയുടെ ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 38 വരെയുള്ള വചനഭാഗങ്ങൾ കാണുകയാണ്. നസ്രത്തിൽ ഇരുന്ന്, അതായത് 6-ാം മാസം ഗബ്രിയേൽ ഗലീലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ അനാദികാലം മുതൽ സ്വർഗം തിരഞ്ഞെടുത്ത ഒരുവണ്ട്. ഇതിനകത്തെല്ലാം സന്തോഷത്തിൻ്റെ പല കാര്യങ്ങൾ ഈ 5 രഹസ്യങ്ങൾ കാണുകയാണ്. അടുത്ത സന്തോഷത്തിൻ്റെ ഒരു കാര്യം നമ്മൾ കാണുന്നത് ഇതാണ്. ഈ അമ്മ വളരെ തിടുക്കത്തിൽ
പ്രവാചക പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. നീ വേഗം കൂട്ടുകയും വേണ്ട, തിടുക്കത്തിൽ ഓടുകയും വേണ്ട എന്ന് പറയുമ്പോൾ, അതായത് നീ വേഗം ശാന്തമായിരിക്കുക എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ അമ്മയിലേക്ക് വരുമ്പോൾ അമ്മ വലിയ തിടുക്കം കാണിക്കുകയാണ്. അത് രണ്ടാമത്തെ രഹസ്യം നമ്മൾ പ്രത്യേകം ധ്യാനിക്കുമ്പോൾ ഓർക്കണം. അയീം കരീം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൊച്ചു പട്ടണത്തിൽ തൻ്റെ ഇളയമ്മയായ എലിസബത്ത് ഗർഭിണിയാണെന്ന് കേട്ടപ്പോൾ അമ്മ ഓടുകയാണ്. വചനം പറയണം, ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തേക്കുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. കാരണം അമ്മയ്ക്കറിയാം. അപ്പോൾ അതൊരു സന്തോഷത്തിൻ്റെ വലിയൊരു കാര്യമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ 5 രഹസ്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഈ മിശിഹാ രഹസ്യങ്ങളെക്കുറിച്ചുള്ള മനുഷ്യാവതാരം എന്ന സംഭവത്തിൽ നിന്ന് പ്രസരിക്കുന്ന സന്തോഷം നിറഞ്ഞത്. അപ്പോൾ ഈ മനുഷ്യാവതാരത്തിൻ്റെ സന്തോഷങ്ങൾ മാത്രമാണ് അതായത് കാത്തിരുന്ന ഒരു രക്ഷകനെ കിട്ടിയതിൻ്റെ സന്തോഷങ്ങളാണ് മുഴുവൻ. നമ്മുടെ കുടുംബത്തിലും ഈ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ദൈവത്തിന്, പ്രത്യേകിച്ച് ബൈബിൾ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ചില ദൈവശാസ്ത്രജ്ഞന്മാർ, മരിയ ദൈവശാസ്ത്രം പഠിച്ച അവർ പറയുന്നതാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളോട് കൂട്ടിച്ചേർത്ത് വെച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ. ഇതാണ് അമ്മയുടെ തിടുക്കത്തിലുള്ള യാത്ര. നമുക്ക് ചില ശുശ്രൂഷകൾ ചെയ്യാൻ, നമുക്ക് ചില കാര്യങ്ങൾ എന്താണ് മറ്റുള്ളവരെ സഹായിക്കാൻ, നമ്മളെ തന്നെ മറന്നുകൊണ്ട്. അതായത് അവൾ ഉദരത്തിൽ ദൈവകുമാരനെ സ്വീകരിച്ച അമ്മയാണ്. അല്ലെങ്കിൽ എന്താണ്, മറ്റൊരു റെസ്റ്റൊന്നും എടുക്കാതെ ഈ അമ്മ വേറെ സ്വന്തം കാര്യങ്ങൾ നോക്കാതെ തിടുക്കത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് പോകുന്ന ഒരു മനസ്സ്. ഇവിടെ ഒരു സന്തോഷമാണ്. കാരണം എലിസബത്തിൻ്റെ ഭവനത്തിൽ സക്രിയ മൂകനായി തീർന്നെങ്കിലും അതുവരെ അതാണ് എലിസബത്ത് പറയുന്നില്ലേ, ഇതാ മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. എന്താണ് വന്തി എന്ന് പറഞ്ഞിരുന്നവൾ, അല്ലെങ്കിൽ മക്കൾ ഉണ്ടായില്ലെന്ന് പറഞ്ഞിരുന്ന ശപിക്കപ്പെട്ട ജീവിതം എന്ന് പറഞ്ഞ ഇളയമ്മയുടെ അടുക്കേക്ക് അമ്മ ഓടുകയാണ്. മറിയം യൂദയായിലെ പട്ടണത്തിൽ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അപ്പോൾ ചാർച്ചക്കാരിയായ ബന്ധുവായ അങ്ങോട്ട് ഓടിച്ചിരുന്നത് രണ്ടാമത്തെ സന്തോഷം. മൂന്നാമതെന്താണ്? വലിയ സന്തോഷം ആട്ടിടയന്മാർക്ക്, മാലാഹമാർക്ക്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കാരണം ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. രാത്രിയിൽ ആ തണുപ്പത്ത് മഞ്ഞിൽ നിന്നിരുന്ന ആ ആടുമാടുകൾക്ക് പ്രകൃതിക്ക് മുഴുവൻ ഒരു സന്തോഷത്തിൻ്റെ വലിയൊരു സദ്വാർത്ത ദൈവദൂതൻ ചെന്ന് അറിയിക്കുകയാണ്. ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. അതായത് നിങ്ങൾക്കൊരു വലിയൊരു പ്രത്യാശ കടന്നു വന്നിരിക്കുക. ഇനി നിങ്ങൾ അടിമത്തമല്ല, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാൻ ഇതുവരെ കാത്തിരുന്ന, സ്വർഗം വാഗ്ദാനം ചെയ്തിരുന്ന പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്യപ്പെട്ടത്, ഇതാ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ വേണമെങ്കിൽ ഓടിക്കോ പുൽത്തൊഴുത്തിലേക്ക്. അവിടെ മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടത്തിരിക്കുന്ന ശിശുവിനെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. എളിമയുടെ അവതാരമായി ജനിച്ച മറ്റൊരു സന്തോഷത്തിൻ്റെ ഒരു സദ്വാർത്ത ആട്ടിടയന്മാർക്ക് കിട്ടുന്നു, ജ്ഞാനികൾക്ക് ലഭിക്കുക. ഈ ജ്ഞാനികൾ പൊന്നും മീറയും കുന്തിരിക്കവുമായിട്ട് ജ്ഞാനികൾ അവനെ സന്ദർശിക്കാൻ വരിക. അപ്പോൾ അവൻ്റെ ജനനം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് എല്ലാം ഒരു സന്തോഷത്തിൻ്റെ വാർത്തയായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ രഹസ്യം ചൊല്ലി ധ്യാനിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ സന്തോഷം ദൈവം കൊണ്ടുവരും. ഈ തിരുവചന ഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ ഈ ബെത്ലഹേമിൽ നടക്കുന്ന ഈ വലിയ സന്തോഷത്തിൻ്റെ വാർത്ത കാണുന്നത്. 4-മതായിട്ട് ലൂക്കാസ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന 2-ാം അധ്യായം 21 മുതൽ 35 വരെ ജെറുസലേം ദേവാലയമാണ് ഇതിൻ്റെ സ്ഥലം. ഇത് സംഭവിക്കുന്നത് ജെറുസലേം ദേവാലയത്തിലാണ്. ഉണ്ണിയായ ഈശോയെ കാഴ്ചവെക്കുന്നു. ശിമയോനുണ്ടാകുന്ന വലിയൊരു സന്തോഷം. കാത്തിരിക്കുമായിരുന്നു ഈ പുരോഹിതൻ, ഈ വൃദ്ധ പുരോഹിതൻ വർഷങ്ങളായിട്ട്. കാരണം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ശിമയോൻ പുരോഹിതനായ കാത്തിരിക്കുകയാണ്. ബാലനായ യേശുവിനെ അല്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാഴ്ചവെക്കുമ്പോൾ അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനാണ്. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. അപ്പോൾ ഈ കാത്തിരിക്കുന്ന നീതിമാനായിരിക്കുന്ന ദൈവഭക്തനായിരിക്കുന്ന ദൈവപിതാവിന് വേണ്ടി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ ഒരു വ്യക്തിത്വം, അവരിലേക്കാണ് ഈ സന്തോഷം വരുന്നത്. അപ്പം ഈ പ്രാർത്ഥിക്കുന്ന വിശുദ്ധിയിലുള്ളവർക്ക് ഈ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ ഇരട്ടി, അല്ലെങ്കിൽ ഈശോയെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്നു എന്ന രഹസ്യം ധ്യാനിക്കുമ്പോൾ ഈ സന്തോഷം ഇരട്ടിയാവുകയാണ്. അപ്പം ആത്മീയ ജീവിതത്തിൻ്റെ ആനന്ദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, വലിയ സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. അത് ലൂക്കാസ് സുവിശേഷത്തിൽ കാണുന്നത് ജെറുസലേം ദേവാലയത്തിൽ. അപ്പം നമുക്കെന്താണ്? ദൈവിക നിയമങ്ങൾ അതുപോലെ പാലിക്കാൻ ഈ 4-മത്തെ രഹസ്യം നമ്മളോട് പറയുന്നുണ്ട്.
ദൈവത്തെ അനവരതം സ്തുതിച്ചുകൊണ്ട്. മറ്റൊരു രംഗം അതിനോട് ചേർത്ത് വെച്ച് നമ്മൾ ധ്യാനിക്കേണ്ട, അതായത് ഫനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായിരുന്ന അന്ന എന്നൊരു പ്രവാചക ഉണ്ടായിരുന്നു. അവൾ ഇത് തന്നെയാണ്, ദൈവത്തെ കാണാനുള്ള രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കഴിയുകയായിരുന്നു. കാരണം എന്താണ്? രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന അവൾക്ക് ഈ രക്ഷകനെ കാണാനുള്ള ഒരു ഭാഗ്യം ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്ന സമയത്തുണ്ടാകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് പറയുകയാണ്, വിനീത ഹൃദയത്തോടെ വ്യാപരിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. വിനീത ഹൃദയരായി കാത്തിരിക്കുന്നവർ. അപ്പോൾ ഈ രഹസ്യം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഈ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ ചെല്ലുമ്പോൾ ശരിക്കും ക്രിസ്തുവിനെ കാണാനായിട്ട് ശമയോന് സാധിച്ചതുപോലെ, അന്നയ്ക്ക് സാധിച്ചതുപോലെ, ആ വിധവയായ ദേവാലയത്തിൽ തന്നെ സദാസമയം കഴിഞ്ഞുകൂടിയ ആ വിധവയ്ക്ക് കഴിഞ്ഞു കിട്ടിയതുപോലെ കാണാൻ സാധിച്ചതുപോലെ, പ്രിയപ്പെട്ടവർ, ഇതുപോലെ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് പലരും പ്രത്യാശയൊന്നുമില്ലാതെ നിരാശയിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ചില ഈ വീട് സന്ദർശനത്തിൻ്റെയൊക്കെ സമയത്ത് ഞാൻ ഇന്ന് പ്രത്യേകമായിട്ട് സമർപ്പിക്കാൻ പറയുന്നതും ഒരു കാര്യം ഇതാ, ഈ രോഗികളായി വീട് കിടക്കുന്നവരെയൊക്കെ ഒന്ന് സന്ദർശിക്കാൻ പോവുക. ഒരു ഹോം പാലിയേറ്റീവ് ഒരുപാട് രൂപതകളിൽ ഇപ്പോൾ അതുണ്ട്. റിട്ടയർഡ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ചില ജോലിക്കാർ, അല്ലെങ്കിൽ നേഴ്സുമാരായിട്ട് ഇന്ന് ജോലി ചെയ്യുന്നില്ലാത്തവർ, അല്ലെങ്കിൽ അത്യാവശ്യമൊക്കെ ദൈവ ശുശ്രൂഷ ചെയ്യുന്ന, വചന ശുശ്രൂഷ ചെയ്യുന്നവർ, ചില പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവർ. കാരണം അതൊരു വിളി വെട്ടണം. പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടെന്ന് പറഞ്ഞ പോലെ ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഓരോ കുടുംബങ്ങളിൽ എത്തിക്കാനായിട്ട് അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിരാശയിൽ കഴിയുന്നവർക്കൊരു പ്രത്യാശ കൊടുക്കാൻ. കിടപ്പ് രോഗികൾ, പ്രായം ചെന്നിരിക്കുന്നവർ, ഇരിപ്പ് രോഗികൾ. കാരണം അവർ ചില കാര്യം, പക്ഷെ അവർക്ക് എങ്ങോട്ടും പോയി യാത്ര ചെയ്യത്തില്ല. അവരിങ്ങനെ അരയ്ക്ക് മുകളിലേക്ക് ചലനശേഷിയുണ്ട്, അരയ്ക്ക് താഴേക്ക് ചലനശേഷിയില്ല. അല്ലെങ്കിൽ ചില അവയവങ്ങൾ നമുക്കറിയാം, സ്ട്രോക്കൊക്കെ ഉണ്ടായിട്ട് പ്രത്യേകമായിട്ട് ഒരു വശം തളർന്നു പോയവർ, നടക്കാനൊക്കെ പറ്റും പക്ഷേ ഒരു ബലഹീനതയുള്ളവർ. ഇവരിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ സാന്നിധ്യം ഒരു സന്തോഷം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഒറ്റപ്പെട്ട് കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൽ മാത്രമല്ല, മക്കളെല്ലാം ജോലിക്കും പഠനത്തിനുമൊക്കെ ആയി പോയപ്പോൾ ഒറ്റപ്പെട്ട് കഴിയുന്ന മാതാപിതാക്കൾ, അവരിലേക്ക് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് തമ്പുരാൻ്റെ വചനം കേൾക്കാൻ. ഈ സുവിശേഷകരൊക്കെ കടന്നു ചെല്ലണം അങ്ങനെയുള്ള വീടുകളിലേക്കൊക്കെ. ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്തകളായിട്ട് ചെല്ലണം. എവങ്കലിൻ ഈ സുവിശേഷം മുഴുവൻ പറയുന്ന. അപ്പം അതുകൊണ്ട് ഈ അഞ്ചാമത്തെ രഹസ്യം എന്താ? നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തുകയാണ്. നഷ്ടപ്പെട്ടു പോയ കർത്താവിനെ ദേവാലയത്തിൽ കണ്ടെത്തുകയാണ്. ലൂക്കാസ് സുവിശേഷത്തിലാണ് 2-ാം അധ്യായം 41 മുതൽ 52 വരെയുള്ള ഭാഗം. ഈ ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുക. നമുക്ക് ചിലപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ പറയുന്നില്ലേ, മകനെ നീ എവിടെയായിരുന്നു? നിൻ്റെ പിതാവും ഞാനും ഇത്ര ഉത്കണ്ഠയോടുകൂടിയാണ് നിന്നെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസത്തെ വഴി പിന്നിട്ടപ്പോഴാണ് കർത്താവ് കൂടെയില്ല എന്നറിയുന്നത്. ചിലപ്പം ഈ ദൈവത്തെ, പ്രാർത്ഥനയൊക്കെ നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളിൽ ഈ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളൊന്ന് പ്രിയപ്പെട്ടവരെ ഒന്ന് ചൊല്ലിത്തുടങ്ങുമ്പോൾ ഈ കർത്താവിനെ തിരിച്ചു കൊണ്ടാണ് ഈ ജപമാല. നമുക്കറിയാം, ചില സമയങ്ങളിൽ ചെല്ലേണ്ട നമ്മൾ ഓരോ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എന്താണ് എന്നതിന് പറയും സന്തോഷത്തിൻ്റെ രഹസ്യം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കാൻ, ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് വീണ്ടെടുക്കാൻ നമുക്ക് ഈ രഹസ്യങ്ങൾ നമ്മൾ ഒരുപാട് സഹായിക്കും. ഇപ്പം നമ്മൾ ചിലർ വന്ന് ചോദിക്കും, അച്ഛാ ഏത് രഹസ്യം ചൊല്ലിയാൽ പ്രാർത്ഥിക്കേണ്ടത്? ഈ ഒരു പ്രത്യേക കാര്യത്തിൽ, ഈ നിയോഗത്തിന് വേണ്ടി എന്താ പ്രാർത്ഥിക്കേണ്ടത്? പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വൈകാരിക തലങ്ങളിലൂടെ ഒരു കുടുംബം കടന്നു പോകുമ്പോൾ ദൈവത്തിന് അർപ്പിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന എന്നുകൂടി ലളിതമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാം. ഞാനതിൻ്റെ ദൈവശാസ്ത്രപരമായ ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്, കാരണം ഈ മിശിഹാപരമായ സന്തോഷത്തിലേക്കുള്ള ക്ഷണത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നത്. നസറത്തിലെ കന്യകയെ ഗബ്രിയേൽ അഭിവാദനം ചെയ്യുമ്പോൾ പിതാവ് മറിയത്തെ കാണുന്നു, അവളെ തൻ്റെ പുത്രൻ്റെ അമ്മയാക്കുകയും ചെയ്യുന്നു. ഈ അമ്മ അവിടെ ഈ സന്തോഷം നിറഞ്ഞ അത് ഈ രഹസ്യങ്ങളെല്ലാം ധ്യാന വിഷയമാക്കുമ്പോൾ കാണാൻ പറ്റുന്ന കാര്യമാണ്. മുഴുവൻ മിശിഹാ രഹസ്യങ്ങളും സ്വർഗത്തിൻ്റെ വലിയ രഹസ്യങ്ങളൊക്കെ ഇറങ്ങിയിരിക്കുന്നു. ഞാനതിനെ ലളിതമായിട്ട് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാൻ, അല്ലെങ്കിൽ സന്തോഷം ഉള്ളപ്പോൾ അത് ഇരട്ടിയാക്കാൻ എന്ന് പറയല്ലേ, മധുരം അത് ഇരട്ടിയാക്കാൻ, ആനന്ദം വർദ്ധിപ്പിക്കാൻ ഈ സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ, അല്ലെങ്കിൽ ആനന്ദമില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ചിലതൊക്കെ നഷ്ടമാണെന്ന് തോന്നുമ്പോൾ ഈ രഹസ്യം ധ്യാനിക്കുക. പരിശുദ്ധ അമ്മയും യോസേപ്പിതാവും എത്രമാത്രം വേദനിച്ചു. ഒരു ദിവസത്തെ വഴി പിന്നിട്ടപ്പോൾ ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടെന്ന് തിരിച്ചറിയുന്നു. പിന്നീട് 3-ാം ദിവസമാണ് ഈ ക്രിസ്തുവിനെ കല്ലറയിൽ 3-ാം ദിവസം ഉയർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനോട് ചേർത്ത് വെച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 3-ാം ദിവസമാണ് കണ്ടത്. അപ്പോൾ ആ സമയത്തുള്ള വേദന എന്ന് ഓർത്ത് നോക്കിയേ. ദൈവത്തെ നഷ്ടപ്പെട്ടവരുടെ വേദന ഇതാ, പ്രാർത്ഥന മുടങ്ങിപ്പോയവരുടെ വേദന ഇതാ,
പഴയതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ ദൈവാനുഭവം, ഈശോ ചില കാര്യങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ തമ്പുരാൻ ഇല്ലായിരുന്നു എന്ന് നമ്മൾക്ക് ചില അപകടങ്ങൾ, ചില അനർത്ഥങ്ങൾ, ചില വലിയ തകർച്ചകൾ സംഭവിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവ് നമ്മുടെ കൂടെ ഇല്ലായിരുന്നു. നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, സാംസൺ പറയുകയാണ്, ആ സമയത്ത് പാപം ചെയ്ത ശേഷം സാംസൺ തിരിച്ചറിയാണ് ഫിലിസ്തീനെ ആക്രമിക്കാൻ വരുമ്പോൾ പഴയതുപോലെ അവൻ്റെ മുടിച്ചുരുളുകൾ മുറിച്ചു മാറ്റപ്പെട്ടു. ദലീല എന്ന് പറയുന്ന സ്ത്രീയുടെ വഞ്ചനയിൽ വീണുപോയി വശീകരിക്കപ്പെട്ട് സാംസൺ എന്ന ശക്തരിൽ ശക്തനായ അവൻ പരാജയപ്പെട്ട് കഴിഞ്ഞ് ഫിലിസ്തീനെ ആക്രമിക്കാൻ വരുമ്പോൾ സാംസൺ അറിയുക കർത്താവ് കൂടെയില്ലായിരുന്നു. ആ സമയവും ഈ സാംസനെ കർത്താവ് വീണ്ടും ശക്തിപ്പെടുത്തുന്നുണ്ട്. എന്താണ്? ഒരിക്കൽ കൂടി അവൻ കരഞ്ഞു നിലവിളിക്കുക, ഒരിക്കൽ കൂടി എനിക്ക് ഈ ഫിലിസ്തരെ ഒന്ന് നശിപ്പിക്കാൻ എന്നെ ഒന്ന് ശക്തിപ്പെടുത്തണേ. വചനം പറയുന്നുണ്ട്, അവൻ അതുവരെ കൊന്നൊടുക്കിയതിനേക്കാൾ ഇരട്ടി ആളുകൾ. കാരണം എന്താണ്? ആ തൂണുകൾ വലിച്ച് അവൻ ഇളക്കി അത് നശിപ്പിക്കുന്നുണ്ട്. അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളെയും അന്ന് അവൻ ഒറ്റയ്ക്ക് നിലംപരിശനാക്കി എല്ലാവരെയും കൊന്നുകളഞ്ഞു. പക്ഷെ ഒരു ദുരന്തവും കൂടെ സാംസന്റെ ജീവിതം പറഞ്ഞു. കർത്താവ് നഷ്ടപ്പെട്ടവൻ്റെ ജീവിതവും അന്ന് തീരുകയാണ്. സാവൂൾ പറയുന്നുണ്ട്, ആത്മാവിനെ നഷ്ടപ്പെട്ടു പോയ സാവൂളിൻ്റെ അവസ്ഥ. കർത്താവിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയി എന്നാണ് നമ്മൾ സാമൂവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ സാവൂൾ രാജാവിൻ്റെ ആദ്യത്തെ രാജാവിൻ്റെ കഥ പറയുമ്പോഴത് കർത്താവിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയി. 51 സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും ദൈവത്തെ നഷ്ടപ്പെട്ടു പോയവർ, പ്രാർത്ഥനാ ജീവിതം തകർന്നു പോയവരും ഈ സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ പ്രത്യേകം ധ്യാന വിഷയമാക്കണം. അപ്പോൾ എന്താണ്? അത് കൂടുതൽ കൃപയിലേക്ക് വരാനായിട്ട് ഈ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അമ്മയും യേശുപിതാവും ഈശോയെ അന്വേഷിച്ച് യാത്ര പുറപ്പെടുന്നു. ദേവാലയത്തിൽ കണ്ടെത്തുമ്പോൾ നമുക്കറിയില്ലേ, ഒരു മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ അവനെ കണ്ടു കിട്ടിക്കഴിയുമ്പോഴുള്ളൊരു ആനന്ദം ഒന്ന് ഓർത്ത് നോക്കി. അതാ ഈ സന്തോഷത്തിൻ്റെ പല കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് വയ്ക്കുന്നത്. രഹസ്യ ജീവിതം. പിന്നീട് ഇതൊന്നും നമുക്കറിയത്തില്ല. അവൻ്റെ ബാല്യത്തെക്കുറിച്ച് പറയുന്ന സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നത് മരിയ വാൾത്തോർത്തയുടെ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകത്തിൽ നമുക്കറിയാം. അതിൽ വളരെ ആ പുണ്യവതി കിട്ടുന്ന വലിയ ദർശനങ്ങൾ ആ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിലവൻ്റെ ഈശോയുടെ ബാല്യകാലവും ഈശോ വളർന്നതും ആ നസറത്തിലെ ജീവിതവും ഈജിപ്തിലേക്കുള്ള പലായനവും അവിടുത്തെ ജീവിതവും ഒക്കെ പ്രത്യേകിച്ച് കാണുന്നുണ്ട്. പിതൃഹൃദയത്തോടെ എന്ന് പറയുന്ന താതൻ്റെ യേശുപിതാവിനെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകത്തിലും ഈശോയുടെ ബാല്യകാലത്തെക്കുറിച്ച് പറഞ്ഞു. അല്ലെങ്കിൽ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഈ കുറച്ച് രംഗങ്ങൾ മാത്രം. അവൻ്റെ ജനനം, ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നത്, ഈജിപ്തിലേക്കുള്ള യാത്ര, തിരിച്ചുള്ള യാത്ര, അവിടെ വന്ന ശേഷം ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നത്, പിന്നീട് അവൻ ദേവാലയത്തിൽ വെച്ച് നഷ്ടമാകുന്നത്, ഇത്രയും കൊണ്ട് തിരികെ. ഈ സന്തോഷത്തിൻ്റെ ഈശോയുടെ ബാല്യകാലം നമുക്കൊരു വലിയ ധ്യാന വിഷയമാണ്. അവസാനത്തെ നമുക്കറിയാം വരാനുള്ള ഓരോ കാര്യങ്ങളും ക്രിസ്തുമതവും പ്രത്യേകിച്ചും പ്രഥമവും പ്രധാനവുമായ സദ്വാർത്ത ആണെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. ക്രിസ്തീയ മതം അല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് എന്താണ്? എവൻഗലിയാണ്, സദ്വാർത്തയാണ്. അത് മനുഷ്യർക്ക് കൊടുക്കാവുന്ന വലിയൊരു പ്രസ്താവനയാണ്. കാരണം എന്താണ്? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇപ്പം ലോകത്തിൻ്റെ ഏക രക്ഷകനായും മനുഷ്യാവതാരം ചെയ്ത ഈശോയെയാണ് ഈ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളിലൂടെ സഭ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഈ പ്രാർത്ഥനയിൽ മുഴുവൻ ഇതാണ്, ഈശോയാണ് ഏക രക്ഷകൻ. അവൻ കാത്തിരുന്ന രക്ഷകനെയാണ് അമ്മ സ്വീകരിക്കുന്നത്. എലിസബത്ത് അതുകൊണ്ടാണ് പറഞ്ഞത്, നീ സ്ത്രീകളിൽ അനുഗ്രഹീത, കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. അപ്പോൾ എലിസബത്ത്, കാരണം എന്താണെന്നറിയോ, ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്ന ഈശോയുടെ സാന്നിധ്യം, അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, അത് ചെന്നപ്പോൾ എന്താണ്? സ്നാപകൻ സന്തോഷത്താൽ കുതിച്ചാടുക. എലിസബത്തിൻ്റെ ഉദരത്തിലായിരുന്നവൻ. അപ്പോൾ ഏക രക്ഷകൻ അവനാണെന്ന് എല്ലായിടത്തും ആട്ടിടയന്മാരോട് പ്രഘോഷിക്കപ്പെടുന്നു. രാജാക്കന്മാരോട്, ഭൂമിയിലെ രാജാക്കന്മാരോട് പറയാണ്, അതായത് ജ്ഞാനികളോട് പറയാണ്, ഏറ്റവും അറിവുള്ള പണ്ഡിതരായെന്ന് ദൂരദേശം എന്നവരോട് പറയുക, ഇവനാണ് രക്ഷകൻ. അപ്പം ഏക രക്ഷകൻ എന്ന് പറയുന്ന വലിയ ഒരു പഠനം അല്ലെങ്കിൽ വലിയൊരു കാര്യം ഈ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. എത്രയോ മഹനീയമാണ് ഇതിൻ്റെ ഓരോ രഹസ്യങ്ങളും നമ്മൾ ധ്യാനിക്കുമ്പോൾ. ഒന്നാമത്തെ രഹസ്യം ധ്യാനിക്കുമ്പോഴും, രണ്ടാമത്തെ രഹസ്യം ധ്യാനിക്കുമ്പോഴും, അല്ലെങ്കിൽ മൂന്നാമത്തെ ഈശോയുടെ ജനനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും, ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നത്, അതെന്താ പറഞ്ഞത്? ആ ശമയോൻ പറയാണ്, നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവൻ. അപ്പം ഈ ആശ്വാസം കണ്ടെത്തുകയാണ്. അത് വലിയൊരു സദ്വാർത്തയാണ്.
അതാണ് പറഞ്ഞത്, ഈ സുവിശേഷം മുഴുവൻ ലോകത്തിൻ്റെ മനുഷ്യാവതാരം ചെയ്ത വചനവുമായ യേശുക്രിസ്തു എന്ന വ്യക്തിയാണ് ഈ 5 രഹസ്യങ്ങളുടെയും കേന്ദ്രബിന്ദു. ഹല്ലേലൂയാ. സ്വരമുയർത്തി പറയാം, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത് മറിയത്തെയാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ക്രിസ്തു കേന്ദ്രീകൃതം എന്ന് പറയുന്നത്. ഇതിന്റെ കേന്ദ്രബിന്ദു ഈ സദ്വാർത്തയാണ്. സുവിശേഷം മുഴുവൻ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു ക്രിസ്ത്യാനി ഉള്ള സ്ഥലത്ത് ഈശോയിൽ വിശ്വസിക്കുന്ന ഒരാള് സദ്വാർത്തയായി മാറണമെന്ന് പറഞ്ഞു. ഒരു കുടുംബത്തിൽ വിശ്വാസമുള്ള ഒരാള് ആ കുടുംബത്തിന്റെ സന്തോഷത്തിന്റെ സദ്വാർത്തയായി മാറണം, ആ കുടുംബത്തിൽ ഒരു അനുഗ്രഹത്തിന്റെ ആളായി മാറണം. അപ്പം ഇങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഓർക്കുമ്പോൾ അത് നമുക്കറിയാം, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദിവസങ്ങൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും. തിങ്കളാഴ്ച ഒരു ദിവസം നമ്മൾ സന്തോഷത്തിൻ്റെ രഹസ്യം ചൊല്ലുന്നു. കാരണം പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോൾ ആ പഴയ ക്രമം ഒന്ന് മാറി. 150 സങ്കീർത്തനത്തിന് പകരം എന്ന രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ് ജപമാല പ്രാർത്ഥനയും നമുക്കറിയാം. അപ്പം പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ കൂട്ടിച്ചേർത്തപ്പോൾ അത് ശനിയാഴ്ചയും ആഴ്ചയിലെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ ചൊല്ലുന്ന ദിവസങ്ങളായി മാറി. പ്രിയപ്പെട്ടവരെ, അവിടെ കൊണ്ട് മാത്രമല്ല, ജീവിതത്തിൽ എപ്പോഴെല്ലാം ഒരാനന്ദം നിറയാനും സന്തോഷം സ്വീകരിക്കാനും നഷ്ടപ്പെട്ടു പോകുമ്പോഴും ഈ സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. സമ്പൂർണ്ണ ജപമാല സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും ചെല്ലുക. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് പ്രത്യേക അവസരങ്ങൾ, നമുക്ക് പറയില്ലേ, പ്രത്യേക അവസരങ്ങളിൽ ഉപയോഗിക്കേണ്ട പ്രാർത്ഥനകൾ. ഞങ്ങൾക്ക് വൈദികർക്കൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയുടെ ചില കാര്യങ്ങളുള്ളപ്പോൾ പ്രത്യേകിച്ചും ദേവാലയ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞ് ഒരു പുസ്തകമുണ്ട്. പള്ളിയോടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റും. ദേവാലയ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ചില പ്രാർത്ഥനകൾ ഇങ്ങനെ അടിച്ചു തന്നിട്ടുണ്ട്, പ്രത്യേക അവസരങ്ങളിൽ ഉപയോഗിക്കേണ്ട പ്രാർത്ഥനകൾ. അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളും സ്നേഹമുള്ള സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമുക്ക് ഈ 2 കാര്യത്തിലൊന്ന് ഓർക്കാം. ഒന്ന്, നമുക്ക് ജീവിതത്തിൽ ആനന്ദമുള്ളപ്പോൾ വലിയൊരു ആനന്ദം, നമുക്കറിയാം മനുഷ്യ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ട്, എല്ലാം. അപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സദ്വാർത്ത, ഈ വലിയൊരു ആനന്ദം, കർത്താവിൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞ ഒരു ധ്യാനമൊക്കെ കൂടി പ്രാർത്ഥിച്ച് ഒരു വ്യക്തി മാനസാന്തരത്തിലേക്ക് കടന്നു വന്നു. ഒരു കുടുംബം പ്രത്യേകമായിട്ട് മക്കൾക്ക് ജോലി ലഭിച്ചു, വിവാഹം നടന്നു, പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാനായിട്ട് ദേവാലയത്തിൽ പോയി ഒരു സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ചൊല്ലി കാഴ്ചവെക്കുക. അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് നന്ദിയോടെ, നമുക്കറിയാം ഒരുപാട് ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്കൊരു ആനന്ദം ഇല്ലാത്തൊരവസ്ഥ, എല്ലാ രീതിയിലും ഇങ്ങനെ കരിഞ്ഞുണങ്ങി കിടക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. ആ സമയത്ത് നമുക്ക് ഈ സന്തോഷത്തിൻ്റെ രഹസ്യം ചൊല്ലി കർത്താവ് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഒന്ന് നേടിയെടുക്കാൻ, ഈശോയെ ഒന്ന് വീണ്ടെടുക്കാനായിട്ട് ആ ദേവാലയത്തിൽ അമ്മയും യേശുപിതാവും ഈശോയെ കണ്ടെത്തി കഴിയുമ്പോൾ സന്തോഷം പോലെ നമുക്കും ഈശോയെ ഒന്ന് തേടി ഇറങ്ങാൻ ഈ രഹസ്യം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ആരാധനയ്ക്കായിട്ട് ഒരുങ്ങി പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്നു കൊണ്ട് നമുക്കിന്ന് ഒരു സൽക്രിയ പോലെ ഈ സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളിലെ ഏതെങ്കിലും ഒരു രഹസ്യം, 5 രഹസ്യങ്ങളിൽ ഒരു രഹസ്യം, പരിശുദ്ധ അമ്മേ മാതാവേ, നിലനിൽക്കുന്ന ഒരാനന്ദം, സഹനങ്ങളിലും ദുഃഖങ്ങളിലും രോഗങ്ങളിലും ഒക്കെയാണ് ഞങ്ങളെങ്കിലും ആത്മാവിൽ ആനന്ദിക്കാൻ, റോമാലേഖനം 8:26 പറയുന്ന പോലെ, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയത്തില്ലെങ്കിലും ആത്മാവ് അവാജ്യമായ നെടുവീർപ്പുകളാൽ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ അവാജ്യമായ ഒരു ആനന്ദത്തിൻ്റെ, പരിശുദ്ധ അമ്മ പറയുന്നില്ല, ദാസിയുടെ താഴ്മ. അമ്മ പറയുന്നില്ലേ, കർത്താവ് എൻ്റെ ആത്മാവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. ഒരു രഹസ്യം സൽക്രിയയായിട്ട് ചൊല്ലി കാഴ്ചവെക്കാം. എന്നിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയോട് സുഹൃത ജപം പോലെ പ്രാർത്ഥിക്കാം. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കി തീർക്കണമേ. ഈ സുഹൃദൈവം ഓർക്കാം. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കി തീർക്കണമേ. നമുക്കും ഒരു പ്രാർത്ഥന, ഒരു നിയോഗം പോലെ ഓർക്കാം. കിടപ്പ് രോഗികൾ, ഇരിപ്പ് രോഗികൾ, പ്രായമായിരിക്കുന്നവരെ സന്ദർശിക്കാൻ അമ്മ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് സദ്വാർത്തയായിട്ട് പോയതിലെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലൊക്കെ രോഗികളായിരിക്കുന്നവരെയും പ്രായം ചെന്നവരെയൊക്കെ സന്ദർശിക്കാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. അമ്മേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. അമ്മേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കാം. അമ്മേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. അമ്മേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്.
ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചും ഈ ദിവ്യകാരുണ്യത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരെയും, സഭയിലുള്ള എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് പരിശുദ്ധ കത്തോലിക്ക സഭയെ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെയും നമ്മുടെ എല്ലാ മേലധികാരികളെയും വിവിധ രാജ്യങ്ങളുടെ ഭരണാധികാരികളെയും ലോകമെമ്പാടുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടി ആരാധിക്കാം. എന്നുമെന്നും അപ്പമായി തീർന്നവനേ, എന്നുമെന്നും അപ്പമായി തീർന്നവനേ, എൻ്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന അങ്ങേക്കാരാധന, എൻ്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന അങ്ങേക്കാരാധന. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. പാടി ആരാധിച്ച് പ്രാർത്ഥിക്കാം. ആരാധന പാടാം മാലാഖമാരൊപ്പം, ജീവന്റെ തിരുഭോജ്യമേ. പാടാം. ആരാധന പാടാം മാലാഖമാരൊപ്പം, ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടാം മാലാഖമാരൊപ്പം, ജീവന്റെ തിരുഭോജ്യമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നോക്കി ആരാധിക്കാം. ഈശോയെ നോക്കി ഒന്ന് ചേർന്ന് ആരാധിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന പാടാം മാലാഖമാരൊപ്പം, ജീവന്റെ തിരുഭോജ്യമേ. ഒരിക്കൽ കൂടി ആരാധന പാടാം മാലാഖമാരൊപ്പം, ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോട് കൂടെയായിരിക്കുന്ന യുഗാന്ത്യം വരെ ഞാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളിന്നേ ദിവസം ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളെ പ്രത്യേകം ധ്യാന വിഷയമാക്കിയ ദിവസമാണെന്ന്. പാടി പ്രാർത്ഥിച്ചതുപോലെ മാലാഹമാർക്കൊപ്പം നമുക്ക് ആനന്ദഗീതം ആലപിക്കാം. അമ്മയുടെ പക്കൽ ദൈവദൂതൻ വന്നിട്ട് പറഞ്ഞു, മറിയമേ സ്വസ്തി, കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ അഭിവാദന സ്വരം കേൾക്കുമ്പോൾ മാതാവ് ആകെ അസ്വസ്ഥയായി.
എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൈവദൂതൻ പിന്നീട് പ്രഖ്യാപിക്കുകയാണ്, അവളോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളിലൂടെ ധ്യാനാത്മകമായി നമ്മൾ കടന്നു പോകുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലേക്കും ഈ മാലാഖയുടെ അഭിവാദനത്തിൻ്റെ സ്വരം കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ആവസിക്കും. പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ഫിയാത്ത് പറയാൻ, അങ്ങനെ തന്നെ ആകട്ടെ, ആമേൻ എന്ന് പറയാൻ, അപ്രകാരം സംഭവിക്കട്ടെ, ദൈവഹിതം എന്താണോ അത് നടപ്പിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഈ ആരാധനയുടെ സമയത്ത് തീരുമാനമെടുക്കാം. ഈശോയുടെ ഹിതം എന്താണെങ്കിലും അത് സ്വീകരിക്കാനുള്ള ഒരു ഒരുക്കം നമുക്ക് ഈ ദിവസങ്ങളിൽ നേടിയെടുക്കാം. ക്രിസ്തീയ പരിപൂർണതയിലേക്ക് വളരുക എന്നാണ് നമ്മൾ ഈ 31 ദിവസത്തെ പ്രധാന ലക്ഷ്യമായി വെച്ചിരിക്കുന്നത്, പ്രാർത്ഥന നിയോഗമായി സമർപ്പിച്ചിരിക്കുന്നത്. അത് എളിമയോടെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട്, അമ്മ മാതാവിനോടൊപ്പമാണ്, ജപമാല രാജ്ഞിക്കൊപ്പമാണ് നമ്മൾ ഈ പൂർണ്ണതയിലേക്ക് വളരേണ്ടത്. അതുകൊണ്ട് എന്താണോ ദൈവഹിതം അതെന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ കാണിച്ചതുപോലെ ഒരു തിടുക്കം നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചതും ധ്യാനിച്ചതൊക്കെ ഇതാ. അമ്മയ്ക്ക് വലിയ തിടുക്കമായിരുന്നു പാവപ്പെട്ടവരുടെ അടുത്തേക്ക് ചെല്ലാൻ, വേദനിക്കുന്നവരുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലാൻ, സഹായം ആവശ്യമുള്ളവരിലേക്ക് ഓടിച്ചെല്ലാൻ അമ്മ വലിയ തിടുക്കം കാണിക്കുകയാണ്. അമ്മയുടെ സാന്നിധ്യം എല്ലായിടത്തും നിറയുകയാണ്. അമ്മയെ കാണുവാൻ, അമ്മയുടെ സന്തോഷം കാണുവാൻ ബെത്ലഹേമിലേക്ക്, കാലിത്തൊഴുത്തിലേക്ക് ഈശോയെ കാണാൻ വന്നവർ അമ്മയുടെയും യേശുപിതാവിൻ്റെയും വലിയ ആനന്ദം കാണുകയാണ്. കാരണം ദൈവകുമാരൻ്റെ അമ്മയായി മാറിയതിലുള്ള ആനന്ദം, അവൻ്റെ വളർത്തുപിതാവായി മാറിയതിൻ്റെ ആനന്ദം വിശുദ്ധ യേശുപിതാവിൻ്റെ കണ്ണുകളിൽ ആ ആട്ടിടയന്മാരും ജ്ഞാനികളും സന്ദർശിച്ചു. നമുക്കും ഈശോയെ കണ്ടുകൊണ്ട്, കൺകുളിർക്കെ ദിവ്യകാരുണ്യത്തെ കണ്ടുകൊണ്ട് ഒരു വലിയൊരു ആനന്ദം നമ്മുടെ മനസ്സിലേക്ക് നിറയട്ടെ. ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട ഈശോയെ കണ്ടപ്പോൾ ശമയോനും ആ വിധവയായ പ്രായമായ അന്നയും സന്തോഷിച്ചു. ഈശോയെ ദേവാലയത്തിൽ കണ്ടെത്തിയപ്പോൾ, നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടുകിട്ടിയപ്പോൾ മാതാപിതാക്കളായ യേശുപിതാവും അമ്മമാതാവും ഏറെ സന്തോഷിക്കുന്നു. നമുക്കും ദിവ്യകാരുണ്യത്തെ കാണുമ്പോൾ വലിയൊരു സന്തോഷമുണ്ടാകട്ടെ. ഈശോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് ആരാധിക്കാം. സന്തോഷത്തോടുകൂടി നമുക്ക് അവനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. മാലാഹമാര് പാടിയതുപോലെ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കർത്താവേ, ഈ കീർത്തനത്തോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും സന്തോഷവും നിറയട്ടെ. ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും ഈ ആനന്ദത്തിന്റെ വലിയൊരു ലബ്ധി ഉണ്ടാകട്ടെ, ഈ സന്തോഷം നിറയട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാ, അടഞ്ഞ ഹൃദയങ്ങൾ ഇപ്പോൾ തുറക്കട്ടെ. കർത്താവെ, പ്രാർത്ഥിക്കാൻ പറ്റാത്തവർക്ക് വലിയൊരു കൃപ കൊടുക്കണമേ. കുടുംബങ്ങളിൽ നിരാശയോടെ കഴിഞ്ഞുകൂടുന്നവരിലേക്ക് ദൈവത്തിന്റെ ശക്തി ഒഴുകട്ടെ, ആനന്ദത്തിന്റെ കണ്ണുനീരൊഴുകട്ടെ. വലിയൊരു കൃപ, ഒരു പ്രത്യാശയോടുകൂടി ആരാധിക്കുവാനുള്ള കൃപ ഈ സമയം അവിടുന്ന് കുടുംബങ്ങളിലും ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്ക് അവിടുന്ന് ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈ സന്തോഷത്തിന്റെ ഈ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ അമ്മയിൽ നിറഞ്ഞത്, യോസേപ്പിതാവിനുണ്ടായ ആട്ടിടയർ ദർശിച്ചത്, ആ എലിസബത്തും സക്കറിയായും അമ്മയുടെ സാന്നിധ്യത്തിൽ അനുഭവിച്ചതുപോലെ, ജ്ഞാനികൾ ദർശിച്ചതുപോലെ, ശമയോൻ കൺകുളിർക്ക് കണ്ടതുപോലെ നമുക്ക് ഈശോയെ ആരാധിച്ച് സന്തോഷത്തോടെ അവിടുത്തെ പാടി പ്രാർത്ഥിക്കാം. കരങ്ങൾ അടിച്ച് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഒരുമിച്ച് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്,
കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഈശോയെ ആരാധിച്ച് കുടുംബങ്ങളിൽ ഇരിക്കുന്നവരും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നവർ കർത്താവിനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ആരാധിച്ച് ഈ ഒരു ആനന്ദം, ആരാധനയുടെ ആനന്ദം, കർത്താവിനെ സ്നേഹിക്കുന്നതിലുള്ള ആനന്ദം, എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ആ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോഴുള്ള ഒരു ആനന്ദം നമ്മളിലേക്ക് കർത്താവ് നൽകട്ടെ. കാലുകളേറെ കൂറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. കാലുകളേറെ കൂറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. എൻ്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇട വന്നില്ല. എൻ്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇട വന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവമേ ആരാധന. ആരാധന ആരാധന ആരാധന, അങ്ങയ്ക്ക് ആരാധന. ആരാധന ആരാധന ആരാധന, അങ്ങയ്ക്ക് ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ യേശുവേ. ആരാധന 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 ആരാധന, യേശുവേ ആരാധന ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന ആരാധന, യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. എൻ്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. എൻ്റെ യേശു ജീവിക്കുന്നു. ദിവ്യകാരുണ്യനാഥൻ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് മക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊന്ന് പള്ളിയിൽ പോയി ദിവ്യകാരുണ്യത്തിന് മുമ്പിലോ നിത്യാരാധന നടക്കുന്ന ചാപ്പലുകളിലോ പോയിരുന്നൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുകയില്ലല്ലോ. ഈശോ പറയുക, ദുർബലരായവർക്കോ രോഗികൾക്കോ ഭവനത്തിൽ തളച്ചിട്ടപ്പെട്ടവർക്കോ ഈ ആരാധന ഒരു അസാധ്യമായ കാര്യമല്ല. ഈശോയ്ക്ക് നന്ദി പറയാം. നമുക്ക് ടെലിവിഷനിലൂടെ വിവിധ മാധ്യമങ്ങളിലൂടെ നമുക്ക് ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ദിവ്യകാരുണ്യത്തിൻ്റെ മുഖത്തിലേക്ക് നമ്മുടെ ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമുക്ക് ഉയർത്താൻ പറ്റും. ഒരിക്കലും ദേവാലയത്തിൽ വരുവാനോ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കാനോ സാധിക്കില്ല എന്ന് നീ കരുതണ്ട. ഒരാഗ്രഹ പ്രകരണത്തിലൂടെ കർത്താവിൻ്റെ ദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരിക്കുവാനുള്ള വലിയൊരു ആഗ്രഹത്തിലൂടെ നിനക്ക് കർത്താവിനെ ആരാധിക്കാനായിട്ട് സാധിക്കും. അത് ഈശോ നൽകുന്ന ഒരു വലിയ വാഗ്ദാനമാണ്. ദിവ്യകാരുണ്യനാഥൻ ഈശോയുടെ മുമ്പിലായിരിക്കാനുള്ളൊരു ആഗ്രഹം ഇപ്രകാരം രോഗികൾക്ക്
ഭവനത്തിനുള്ളിൽ തളച്ചിട്ട പിറകുണ്ട്. തളർവാദ രോഗികൾ, വർഷങ്ങളായിട്ട് കട്ടിലുകളിൽ കിടക്കുന്നവർക്ക് കർത്താവിനെ ആരാധിക്കാനായിട്ട് സാധിക്കും. കർത്താവ് ഒരുപാട് തൻ്റെ പ്രിയപ്പെട്ട മക്കളെ സ്നേഹിക്കുന്നു. കാരണം ഈശോ പറയുകയാണ്, ഞാൻ ഏറെ വിസ്മരിക്കപ്പെടുന്നത്, ഞാൻ ഏറെ നിന്ദിക്കപ്പെടുന്ന, ഞാൻ ഏറെ ഒറ്റയാക്കപ്പെടുന്ന എന്നെ ആരാധിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹത്തോടെ വരിക, ആഗ്രഹമുണ്ടാകുക ഈശോടൊപ്പം അവിടെ ആരാധിക്കാൻ. ഇതാണ് ഈശോയെ തേടി പോകുന്ന മാതാപിതാക്കളെ തിരുക്കുടുംബത്തിൻ്റെ നാഥനായ വിശുദ്ധ യോസേപ്പ് പിതാവും പരിശുദ്ധ കന്യകാമറിയവും ഈശോ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ, കൂടെ ഇല്ലെന്നറിഞ്ഞപ്പോൾ അവർ ദേവാലയത്തിലേക്ക് അന്വേഷിച്ചു പോവുകയാണ്. കണ്ടെത്തുന്നത് ദേവാലയത്തിലാണ്. അപ്പം നമുക്കും നഷ്ടപ്പെട്ടു പോയ ദൈവസാന്നിധ്യം ദേവാലയത്തിലേക്ക് ചെന്ന് തേടിയെടുക്കാം. തമ്പുരാൻ്റെ പക്കലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്രകാരം വരാൻ സാധിക്കാത്തവരാണ് ആഗ്രഹ പ്രകരണത്തിലൂടെ, വലിയ ആഗ്രഹം, ഈശോയിലേക്ക് എത്തിച്ചേരാനുള്ള ആഗ്രഹം, അല്ല എനിക്ക് ആരാധിക്കാൻ പറ്റുന്നില്ലോ എന്നുള്ള വേദനകൾ, ഇതുപോലെയുള്ള സക്രാരികൾക്ക് മുമ്പിലിരിക്കാൻ കർത്താവ് വിസ്മരിക്കപ്പെടുന്ന, കർത്താവ് ഒറ്റയാക്കപ്പെട്ടിരിക്കുന്ന, കർത്താവിൻ്റെ മുമ്പിൽ ആരാധിക്കാൻ ഒരാൾ പോലും ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക്, സക്രാരികളുടെ മുമ്പിലേക്ക് ആഗ്രഹത്തോടെ നമുക്കൊരു പക്ഷേ ഇപ്രകാരമുള്ളവരും സമീപിക്കട്ടെ. കർത്താവ് അവർക്ക് സമീപസ്ഥന, വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥന. 91 സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നില്ലേ, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർ, കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കർത്താവ് അവർക്ക് സമീപസ്ഥന. ഞാൻ സ്നേഹത്തിൽ അവനോട് ഒട്ടി നിൽക്കുന്നു, ഞാൻ അവിടുത്തെ നാമം അനുസ്മരിക്കുന്നുകൊണ്ട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനായിരിക്കും. അത് ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം, ഇങ്ങനെയുള്ള സാധ്യതകൾ അവിടുന്ന് തുറന്നു. പ്രകാരം ആരാധനയിൽ ഭവനത്തിലിരുന്ന് പോലും പങ്കെടുക്കാനുള്ള കൃപകൾ കർത്താവ് നൽകി. ഈശോയെ നമുക്ക് ആരാധിക്കാം, നമുക്ക് നന്ദി പറയാം. ഇതൊരു ആനന്ദത്തിൻ്റെ കണ്ണുനീരോടെ പരിശുദ്ധ അമ്മ തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്ന് ഏറ്റുപറഞ്ഞ അമ്മ പറഞ്ഞുണ്ട്, എൻ്റെ ഹൃദയം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് ഈശോയെ ആനന്ദിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മ ആനന്ദിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഉണ്ണീശോയെ കണ്ട അമ്മ, പരിശുദ്ധ അമ്മയുടെ സന്ദർശനം എലിസബത്തിൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആനന്ദമുണ്ടായി. ഉദരത്തിലായിരുന്ന സ്നാപകൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആട്ടിടയർക്കും അതുപോലെ ജ്ഞാനികൾക്കും അവിടെ ഉണ്ടായിരുന്ന ആടുമാടുകൾക്കും പ്രകൃതിക്ക് പോലും ഈശോയുടെ ജനനം വലിയൊരു ആനന്ദമായി മാറി. ഈ മിശിഹാ രഹസ്യങ്ങളുടെ വലിയ തുറക്കപ്പെട്ട നിമിഷങ്ങളായി മാറി. ഈ സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്ന സംഭവങ്ങളെല്ലാം ഈശോയെ ആനന്ദത്തോടെ വലിയ സന്തോഷത്തോടെ വേണം നമ്മൾ ആരാധിക്കാനായിട്ട്. എപ്പോഴെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ കടന്നു വരുമോ, നമ്മുടെ സങ്കടങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളുമായിട്ട് വരുമ്പോഴും നമ്മുടെ ഈശോയുടെ സന്നിധിയിൽ കർത്താവിൻ്റെ മുമ്പിൽ വരാൻ സാധിച്ചതിൽ നമുക്ക് ആനന്ദിക്കാം. പരിശുദ്ധ കുർബാനയുടെ മുമ്പിലേക്ക് ഓരോ ദിവസം എത്തിച്ചേരുമ്പോൾ കർത്താവിനോട് നന്ദി പറയാം. ഒരുപാട് ഭാരങ്ങളായിട്ടായിരിക്കാം വരുന്നത്, അതെല്ലാം ഈശോയുടെ മുമ്പിൽ ഇറക്കി വെച്ചുകൊണ്ട് ആനന്ദത്തോടെ നമുക്ക് അവിടുത്തെ ആർപ്പ് വിളികളോടെ വലിയ സന്തോഷത്തോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഒന്നു തളർന്നാലവനെൻ്റെ കരം പിടിക്കും, പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. ശാന്തി പകരും എൻ്റെ മുറിവുണക്കും. എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാലവനെൻ്റെ മനം തുറക്കും. ഒന്നു കരഞ്ഞാലോ മനിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ
ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഈശോയിലേക്ക് നോക്കി നമ്മൾ ഈ പാടിയ ഈരടികൾ മനസ്സിലൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ പറയുക, നീ ഒന്ന് ആഗ്രഹിച്ചാൽ മതി, ഞാൻ നിൻ്റെ സമീപത്തെത്തും. നീ ഒന്ന് ഈശോയെ എൻ്റെ കൂടെ വരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ കൂടെ വസിക്കണമേ. ഒരു അപരിചിതനോടൊപ്പമാണ് അവർ യാത്ര ചെയ്തത്. അവർക്കൊരു അപരിചിതനായിട്ടാണ് ഈശോയെ അനുഭവപ്പെട്ടത്. പക്ഷേ വഴിയിൽ വെച്ച് വിശുദ്ധ ലിഖിതങ്ങൾ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. വഴിയിൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ മോശ മുതൽ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത്, വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടതെല്ലാം ഈശോ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരീശോട് ചോദിക്കുന്നു, കർത്താവെ കൂടെ വസിക്കണമേ എന്ന്. നമുക്ക് ഈ വചനം കേൾക്കുമ്പോഴും ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോഴും എല്ലാം ഈശോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, കർത്താവെ കൂടെ വസിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിൽ നിന്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യം, നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാകട്ടെ. കൂടെ വസിക്കണമേ നാഥ, കൂടെ വസിക്കണമേ. ആഗ്രഹത്തോടെ പാടാം. നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ. ഇരുൾ വീഴും വീതിയിൽ ഒളിത്തൂകും ദീപമായി നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ. ഈശോ പറയുക, എന്നെ സ്നേഹിക്കുകയും എന്നെ ആരാധിക്കുകയും ചെയ്യുന്നവരുടെ ഭവനങ്ങൾ സമൃദ്ധിയിൽ തഴച്ചു വളരും. അവർക്ക് നിലനിൽക്കുന്ന ആനന്ദം ഈശോ കൊടുക്കും. നിങ്ങളെന്നെ സ്നേഹിക്കുന്നെങ്കിൽ, എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നെങ്കിൽ, ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, ഞാനത് നിങ്ങൾക്ക് നൽകും എന്നാണ് പറഞ്ഞത്. ഈ ആരാധന വലിയൊരു സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ. ഈ ആരാധിക്കുന്നവർ, എന്നെ സ്നേഹിക്കുന്നവർ, ഈ ദിവ്യകാരുണ്യ മുഖത്തിന് മുമ്പിൽ എന്നെ തേടുന്നവർ, അവരുടെ ഭവനങ്ങൾ, അവരുടെ ജീവിതങ്ങൾ, അവരുടെ സ്ഥാപനങ്ങൾ, അപ്രകാരമുള്ള സന്യാസ ഭവനങ്ങൾ, പ്രകാരമുള്ള ദേവാലയങ്ങൾ, പ്രകാരമുള്ള സഭകൾ തഴച്ചു വളരും എന്നാണ് ഈശോ പറയുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യം അവരുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ചതുപോലെ കർത്താവിനെ കൂടെ സ്വീകരിക്കുമ്പോൾ, അതാണ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. അവൻ നസറത്തിലേക്ക് ഈ മാതാപിതാക്കളോടൊപ്പം പുറപ്പെട്ടു. ദേവാലയത്തിൽ നിന്നിറങ്ങി നഷ്ടപ്പെട്ടു പോയവനെ കണ്ടെത്തിയപ്പോൾ അമ്മയ്ക്കും യോസേപ്പിതാവിനും വലിയൊരു ആനന്ദമുണ്ടായി. ഈ നഷ്ടപ്പെട്ടവൻ അവരോട് കൂടെ യാത്ര ചെയ്യുക. നസറത്തിൽ ചെന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിനോട് പറയാം, കർത്താവേ ഞങ്ങളുടെ ഭവനത്തിലേക്കൊന്ന് വരണമേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്കൊന്ന് വരണമേ. ഞങ്ങളുടെ ഭവനങ്ങളൊന്ന് തഴച്ചു വളരട്ടെ, ഞങ്ങളുടെ ബിസിനസ് ഒന്ന് തഴച്ചു വളരട്ടെ, ഞങ്ങളുടെ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഒന്ന് ശക്തി പ്രാപിക്കട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തളർച്ചകളിൽ വലിയൊരു ആനന്ദമുണ്ടാകട്ടെ, മനസ്സ് തകർന്നിരിക്കുന്നവരിലേക്ക് ഒരു പ്രത്യാശ ഉണ്ടാകട്ടെ. ഈശോയെ ക്ഷണിക്കുക. നമുക്ക് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നസറത്തിൽ ചെന്ന് അവിടുന്ന് വിധേയനായി ജീവിച്ചതുപോലെ നിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങൾ നിറയുവാൻ, നിന്റെ സാന്നിധ്യത്താൽ എല്ലാ മുറികളും മുക്കും മൂലകളും നിറയുവാൻ, നിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളും കൃഷിയിടങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും നിറയുവാൻ, നീ നിറയുവാൻ, കർത്താവിൻ്റെ സാന്നിധ്യത്താൽ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവേ എഴുന്നള്ളി വരണമേ, കൂടെ വസിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായി നമുക്ക് ഒരുങ്ങാം. കർത്താവിൻ്റെ സ്നേഹം നിറയട്ടെ. ആരാധിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ആശീർവാദമായി നൽകുകയാണ്.
ദിവ്യകാരുണ്യ സന്നിധിയിൽ കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് എല്ലാ കുടുംബങ്ങളും, എല്ലാ സ്ഥാപനങ്ങളും, സന്യാസ ഭവനങ്ങളും, സഭകളും നിറയട്ടെ എന്ന് ഈ ആശീർവാദ സമയത്ത് പ്രകാരമുള്ള കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, കർത്താവെ, കടന്നു ചെല്ലണമേ. കുടുംബങ്ങളിലേക്ക്, രോഗികളിലേക്ക്, ആശുപത്രികളിലേക്ക്, രോഗക്കിടക്കുകളിലേക്ക് അങ്ങ് കടന്നു ചെല്ലണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനോ നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന ആരാധന. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഈശോയെ, നന്ദി പറയുന്നു. ആരാധിക്കുന്നു കർത്താവേ, മഹത്വപ്പെടുത്തുന്നു. യേശുവേ, ആരാധന. ഈശോയെ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ സൽക്രിയ. ആത്മാവിൽ ആനന്ദം കണ്ടെത്തുന്നതിനായി സന്തോഷത്തിന്റെ ദിവ്യരഹസ്യത്തിലെ ഏതെങ്കിലും ഒരു രഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. സുകൃത ജപം. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കി തീർക്കണമേ.